ഇന്ന് രാവിലെ തന്നെ പറമ്പിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. തേങ്ങ വലിക്കാൻ കുറച്ച് പണിക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ചായയൊക്കെ ആയിട്ട് വന്നാണ്. ഇവിടെ പണിക്കാരുടെ വണ്ടി ഈ ഒരു നമ്മൾ റെൻറ്റിനെടുത്തൊരു സ്ഥലമാണ്. അപ്പം അവിടെ ഒരു 3 മാസം കൂടുമ്പോൾ നമ്മൾ തേങ്ങ വലിക്കാൻ പോകാറുണ്ട്. അപ്പോൾ കെട്ടിയ നേരത്തെ ഓട്ടോയും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ അന്വേഷിച്ച് ഇങ്ങനെ പോവാം. ഇപ്പോഴാണ് ഒന്ന് കാട് വെട്ടിയത്. നല്ല കാടുള്ള ഒരു പറമ്പായിരുന്നു കേട്ടോ. ഇതവരുടെ പഴയ തൊഴുത്താണ്. നേരത്തെ കണ്ടത് ഒരു വീടാണ്. അതൊന്ന് റെൻറ്റിന് കൊടുത്തേക്കാം കേട്ടോ. ഹൗസ് ഓണർ നാട്ടിലുള്ളവരല്ല. അപ്പം ആൾക്കാർ വന്നിട്ട് കുറച്ച് തേങ്ങയൊക്കെ പൊളിച്ച് പെറുക്കി കൊണ്ടുപോയിട്ടിട്ടുണ്ട്. അപ്പോൾ ചേട്ടാ എവിടെയാണെന്ന് നമ്മളൊന്ന് കണ്ടുപിടിക്കണം. പറമ്പിന് ഇച്ചിരി നീളമുണ്ട്, നീണ്ടു കിടക്കുന്ന പറമ്പാണ്. അപ്പോൾ നമ്മൾ നടന്ന് പോയി കണ്ടുപിടിക്കണം. തേങ്ങ പൊളിക്കാൻ ആൾ വന്നിട്ടില്ല. ഏകദേശം ഒരു 9:30, 10, 9:45, 10 മണി ആകാനായിട്ടുണ്ട്. അപ്പം ചായക്കുള്ള സമയം. രാവിലെ ഒരു 6 മണിയായപ്പോൾ പോയതാണ്. 7 മണിയായപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും തേങ്ങാവലി. അപ്പം ഈ പ്രാവശ്യം പുതിയ 2 ആളുകൾ പണിക്കാരായിട്ട് വന്നത്. അന്നേരം ഇപ്പം കുറച്ച് ഡിലേ വരുത്തുന്നവരാണ്. ഇച്ചിരി പ്രായമുള്ളൊരു ചേട്ടനുണ്ട്. ഇച്ചിരി പയ്യെ ചെറുപ്പക്കാർ വന്നാൽ പെട്ടെന്ന് ഇതാന്ന് പറഞ്ഞില്ല. അപ്പം നമുക്ക് അവരുടെ കൂടെ പെറുക്കി എത്തത്തില്ല. ഇവരാകുമ്പോൾ ഓക്കെ. എവിടെയാണ് സാധനം വീഴുന്നതെന്ന് കാണാം. ഇത്രയും നല്ല നിരന്ന സ്ഥലത്ത് കാണുന്നത് കുഴപ്പമില്ല. അതിൻ്റെ മുകളിൽ കാണുന്ന നല്ല തട്ടുപോലുള്ള അത്രയും കാടുള്ള പുല്ലുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് തേങ്ങ വലിക്കേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പം ഓണർ വെട്ടി തന്നതാണ്. അങ്ങ് ദൂരെ കാണുന്ന മല കണ്ടോ, അതാണ് ഫേമസ് ആയിട്ടുള്ള കുളം മല. ഇത് ചമ്പൽ, താമരശ്ശേരി, ഈങ്ങാപ്പുഴ, അടിവാരം ഭാഗത്തുള്ളവർക്ക് കോഴിക്കോട് ജില്ലയിലെ കുളം മല അറിയായിരിക്കും. ആ മലയാണ് ഈ പറമ്പിൽ നിന്ന് നോക്കിയാൽ കാണുന്നത്. മുകളിലോട്ടൊരു പാറ പോലെ കേട്ടോ. അങ്ങനെ കുറച്ച് ഇവർ തപ്പി നമ്മൾ പറമ്പിനെ വേറൊരു മൂല എത്തിയിട്ടുണ്ട്. നമ്മൾ കാല് കെട്ടാത്ത ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കെട്ടിയവനെ കണ്ടു കിട്ടിയിട്ടുണ്ട്. കെട്ടിയവന് ഈ തുഞ്ചൊക്കെ വെട്ടി മാറ്റിയിട്ടിട്ടുണ്ട് നമുക്ക് ചൂലുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പണിക്കാർ ആ തേങ്ങ ഇടുന്നുണ്ട്. നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു കേട്ടോ. സാധാരണ ഒരു 10-11 മണിയാകുമ്പോഴത്തേനും മൊത്തത്തിൽ തേങ്ങാവലി കഴിഞ്ഞിട്ട് അവർ പോകുന്നതായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഇച്ചിരി ലേറ്റായി തുടങ്ങിയോണ്ട് നല്ല വെയിൽ. അതുകൊണ്ട് കൊണ്ടുപോയ വെള്ളം ഞാൻ പിന്നെ ചായയിൽ നിന്ന് കൂടെ കുറച്ച് വെള്ളം കൊണ്ടുവന്നായിരുന്നു. ആ വെള്ളമൊക്കെ കുടിക്കൽ തുടങ്ങി. അപ്പോൾ നമുക്ക് തോളയിലെടുത്തോണ്ടാണ് സാധാരണ പോകാറ്. ഇത് നടുവേദനയൊക്കെ കൂടുതലുള്ളതുകൊണ്ട് ഇപ്രാവശ്യമല്ല 2-3 പ്രാവശ്യമായിട്ട് നമ്മളിപ്പം ഈ അർബാനേനെയാണ് ഡിപ്പറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തേങ്ങ എല്ലാം പെറുക്കി കൂട്ടി അതിൻ്റെ അകത്ത് ഇട്ടാൽ മതിയല്ലോ. മറ്റേ ആ ചാക്കിനകത്ത് തോളെ കയറ്റി ഇവിടുന്ന് ഞാൻ നടന്ന അത്രയും ദൂരം കുറേ കട്ടാക്കിയാണ് വീഡിയോ എടുത്തത്. അപ്പോൾ അത്രയും ഒന്നുകൂടെ ദൂരമുണ്ട്. അത്രയും ദൂരം നടന്ന് നമ്മൾ എത്തണം. മുകളിലോട്ട് കാണുന്ന ആ കാടുള്ള പ്രദേശമൊക്കെ ഉണ്ട് കേട്ടോ തേങ്ങ വലിക്കാൻ. കാരണം ഇച്ചിരിയുടെ കാട് വെട്ടിയിട്ടുള്ളൂ. കാട് വെട്ടിയിടം നല്ല ഭംഗിയുണ്ട്. മറ്റേടത്ത് ഭയങ്കര കഷ്ടമാണ്. ഒരു തേങ്ങ പോലും കാണത്തില്ല. അതുപോലെ ഈ വണ്ടിയാകുമ്പോൾ പിന്നെ എളുപ്പമുണ്ട്. ഇങ്ങനെ ഉന്തിക്കൊണ്ടങ്ങ് പോയാൽ മതി. പക്ഷെ നമ്മൾ ഇച്ചിരി സ്ട്രെയിൻ കൊടുക്കണം. എന്നാലും ആ കുനിഞ്ഞ് അത്രയും വലിയൊരു ചാക്ക് എടുത്ത് തോളയിൽ വെക്കുന്ന അത്രയും ബുദ്ധിമുട്ട് വേണ്ട. അങ്ങ് ദൂരെ എത്തണം. ഈ പറമ്പിൻ്റെ ഈ മൾവശത്തൊക്കെ ഇനി തേങ്ങ വലിക്കാനും ഉണ്ട്, തേങ്ങ പെറുക്കാനും ഉണ്ട്. കുറേ തേങ്ങയില്ല, അതാണ് കാര്യം. തെങ്ങുണ്ട്. എല്ലാ തെങ്ങയിലും വളരെ കുറച്ച് കായ് മാത്രമേ ഉള്ളൂ. തേങ്ങയ്ക്ക് നല്ല വിലയുള്ളതുകൊണ്ട് തെങ്ങ് തന്നെ നമ്മളെ നേരത്തെ അറിഞ്ഞെന്ന് തോന്നുന്നു. അതുകൊണ്ട് തേങ്ങയിൽ വളരെ കായ് കുറവാണ്. എല്ലാവരും അതുകൊണ്ടായിരിക്കും തേങ്ങയുടെ ലഭ്യത കുറവുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പം തേങ്ങയ്ക്ക് വില കൂടുതലുള്ളത്. അങ്ങനെ ആ ചേട്ടൻ ആ കാടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. കാടിൻ്റെ ഉള്ളിലുള്ള തെങ്ങയിൽ കയറിയിട്ടുണ്ട്. നമ്മൾ അവിടെയൊക്കെ പോയിട്ട് എടുക്കണം. അപ്പം ഞാൻ എന്തെടുക്കുവാന്ന് നിങ്ങൾ വിചാരിക്കും. ഇത് വീഡിയോ എടുത്തോണ്ട് മാത്രം ഇരിക്കില്ല. ഞാൻ തേങ്ങ പെറുക്കി നല്ല തേങ്ങ നോക്കി പെറുക്കിയിട്ട് നിരപ്പായ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തെങ്ങിൻ്റെ ചുവട്ടിലോട്ട് കൂട്ടി വെക്കുന്നുണ്ട്. അപ്പം അത് എളുപ്പത്തിൽ കൊണ്ടുപോകാമല്ലോ. പിന്നെ എനിക്കും പണിയുണ്ട്, നല്ല പണിയുണ്ട്. ഈ 4 തേങ്ങ എറിയുന്നൊന്നുമല്ല. ഉള്ള തെങ്ങിൻ്റെ ചുവട്ടിൽ കൂടെയൊക്കെ ഞാനും നടന്നായിരുന്നു. അങ്ങനെ ക്ഷീണിച്ചപ്പോൾ കെട്ടിയവൻ എനിക്ക് കരിക്ക് വെട്ടി തന്നു. കരിക്ക് കുറച്ചൊക്കെ കുടിച്ച് നിറയെ തുമ്പിയായിരുന്നു കേട്ടോ. പറമ്പ് നിറയെ തുമ്പി. പക്ഷേ എൻ്റെ ക്യാമറയിൽ ഇങ്ങോട്ട് അത് പതിഞ്ഞില്ലെന്നേ ഉള്ളൂ.
തുമ്പി കളർഫുൾ നിറയെ തുമ്പി. അത് ചിലപ്പോൾ മഴ പെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്തൊരു ചെറിയ വീടിൻ്റെ ചുറ്റുവട്ടമുണ്ട്. അവിടെയും കൂടെ തേങ്ങ വലിക്കാനുള്ളതുകൊണ്ട് കെട്ടിയവൻ അങ്ങോട്ട് പോയി. അപ്പോൾ അർബാന എന്നെ ഏൽപ്പിച്ചു. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് തേങ്ങയും കൂടെ ഞാൻ പെറുക്കിയിട്ടു. തേങ്ങാപ്പൊളിക്കാർ വന്ന് പൊളിക്കൽ തുടങ്ങി. ഇത് ഈ പറമ്പിലുള്ളൊരു ഫ്രൂട്ടാട്ടോ. നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറയാം. മറ്റേ എന്തായിരുന്നു അതിൻ്റെ പേര്? ഒരു മധുര നാരങ്ങയോ അങ്ങനെ സംഭവമില്ലേ, ബബ്ലി മൂസ. അത് തന്നെ, മൂസ. അത് നല്ല പഴുത്ത് നിറയെ ഉണ്ട് കേട്ടോ. പക്ഷെ ആർക്കും വേണ്ട, ഇവിടെയെങ്ങും ആർക്കും വേണ്ട. ചെറുപ്പത്തിലൊക്കെ ഞാൻ തിന്നുമായിരുന്നു, ഇപ്പോഴൊന്നും വലിയ ഇഷ്ടമില്ല. നല്ല ഓറഞ്ച് കളറായി കിട്ടും ഉള്ളു. ഓറഞ്ചല്ലേ, അല്ല റോസ് കളറ്. അത് തന്നെ. ഇത് മൂത്ത് നല്ല പഴുത്ത് വരുമ്പോൾ അതിന് വെയ്റ്റ്ലെസ്സാണ്. മൂക്കാത്തതിന് ഭയങ്കര വെയിറ്റുമാണ്. പിന്നെ ആ പറമ്പിലുള്ള സാധനമാണ് മൾബറി. നിറയെ മൾബറി. കണ്ടോ, എൻ്റെ കൈയൊക്കെ അഴുക്കായി പിടിക്കും. മൾബറി കണ്ടപ്പോൾ പിന്നെ ചെളിയോടെ തന്നെ ഒരെണ്ണം പറിച്ച് തിന്നു. പിന്നെ അയ്യോ, വീഡിയോയിൽ തന്നെ കണ്ടപ്പോൾ കൈയാകെ വൃത്തികേടാണല്ലോ ഓർത്ത് അവരുടെ വീട്ടിൽ പോയി പൈപ്പിൽ നിന്ന് കഴുകിയിട്ട് വേറെ കുറച്ച് മൾബറിയും പറിച്ച് തിന്നു. പിന്നെ ഹന്നായ്ക്കും ചിറ്റിക്കുട്ടിനും കുറച്ച് മൾബറി പറിച്ച് വീട്ടിൽ കൊണ്ടുവന്നു, അവർക്കും കൊടുത്തു. പിന്നെ ചക്കയും മാങ്ങയൊക്കെ മാങ്ങയില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ മാവില്ല. പക്ഷെ ഇഷ്ടം പോലെ പ്ലാവുണ്ട്, വെറൈറ്റി ഏത് വേണേലും കിട്ടും. പക്ഷേ ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് ചക്കയില്ല. എപ്പോൾ ചെന്നാലും ഉള്ള സാധനമാണ് മൾബറി. എന്തോരം വേണേലും പറിക്കാം. നിറയെ ആർക്കും വേണ്ടാതെ പഴുത്ത് വീണ് പോവുക. അപ്പം ഞങ്ങൾ 3 മാസം കൂടുമ്പോഴേ ചെല്ലാറുള്ളൂ. അപ്പോഴൊക്കെ ഞങ്ങൾ നിറയെ പറിച്ചുകൊണ്ട് വരും. അങ്ങനെ അവിടെയുള്ള കായ്കനികളൊക്കെ ശേഖരിച്ച് ഞാൻ മെല്ലെ വീട്ടിൽ പോന്നു. തേങ്ങാ പൊളിക്കാർ അവിടെ നിന്ന് പൊളിക്കുന്നു. ബൈ.